ഫാർമസ്യൂട്ടിക്കൽ ഉണ്ട്, മരുന്ന് കമ്പനികൾക്ക് പ്രശ്നമാണ് അർജുൻ. അതിനെക്കാട്ട് ഉപരിയായിട്ട് നമ്മുടെ കർഷകരാണ്. ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ കർഷകരാണ് നമ്മുടെ രാജ്യത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത് നമ്മുടെ കൃഷിക്കാരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം കൃഷി ഇറക്കണം. കൃഷി ഇറക്കിയിട്ട് നമുക്ക് അന്നം തരുന്നവരാണ്. അന്നം തരുന്നു, അതേപോലെ തന്നെ സമ്പത്തും നമുക്ക് നാടിനുള്ള ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ മേടിച്ചു തരുന്നത് പിന്നെ അവരുടെ അധ്വാനം കൊണ്ടാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കർഷകരാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത്. ഇതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാകാൻ പോകുന്നു. ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ് എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാസവളങ്ങളും മരുന്നുകളും ഇത് രണ്ടും രാജ്യത്ത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ള ചില സൂചനകൾ ചില പക്ഷെങ്കിൽ സർക്കാർ അതിന് പ്രതിരോധം ഉണ്ടാകും, പിന്നെ എന്തെങ്കിലും പ്രതിവിധി കാണുമായിരിക്കാം. പക്ഷെ വലിയൊരു പ്രശ്നം ഇക്കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഇപ്പോൾ വരുന്ന സൂചനകൾ. രാസവളങ്ങളില്ലെങ്കിൽ എന്ത് ചെയ്യും? കൃഷി മുന്നോട്ട് പോകണ്ടേ? കൃഷി മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പൊ അതിനുവേണ്ടി വളത്തിന്റെ ആവശ്യമുണ്ട്, അല്ലേ? യൂറിയ അടക്കമുള്ള വളങ്ങൾ ഇതൊക്കെ അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നട്ടാണ് നമ്മളതിന്റെ കമ്പോണൻസ് നമ്മൾ പ്രോസസ് ചെയ്ത് എടുക്കുന്നതാണ്. അപ്പൊ ഇതിനൊക്കെ വലിയ ക്ഷാമം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇപ്പൊ യുദ്ധത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്ന് പറയുന്നത്. പെട്രോളിയം പ്രോഡക്ട്സ് നിന്ന് വരുന്ന മറ്റു ചില വസ്തുക്കൾക്കും, പെട്രോളിയത്തിന്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് വരുന്ന മറ്റു ചില വസ്തുക്കൾക്കും ഉണ്ടാകുന്ന ക്ഷാമം. ഇപ്പൊ മഴ വരികയാണ്. ജൂൺ മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ശക്തമായ മൺസൂൺ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ കൃഷി ആരംഭിക്കാൻ പോകുന്ന സമയമാണ് ഇന്ത്യയിൽ. അപ്പൊ ഈ സമയത്ത് വളം സ്റ്റോക്ക് ഇല്ലെങ്കിലും ഇപ്പൊ വളങ്ങൾ വന്ന് സ്റ്റോക്ക് ചെയ്യേണ്ട സമയമാണ്. ഇപ്പോൾ നമ്മുടെ സംഭരണശാലകളിലൊക്കെ രാസവളങ്ങൾ സ്റ്റോക്ക് ചെയ്യേണ്ട സമയമാണ്. കൃഷിക്കാർക്ക് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യ, കേരളത്തിലെ സൗത്ത് ഇന്ത്യയിൽ അത്ര ഇല്ല, അതിനെക്കാട്ടിൽ നോർത്ത് ഇന്ത്യയിലാണ് ഇപ്പൊ ട്രാക്ടർ അല്ല കാർഷിക വസ്തുക്കൾ ഇതിനൊക്കെ വില ഡിമാൻഡ് കൂടുന്ന കാലമാണ്. പക്ഷെ നമ്മൾ ഈ മഴക്കാലം ആരംഭിക്കാൻ പോകുന്ന സമയത്തും വലിയ ഷോർട്ടേജിലേക്ക്, വളങ്ങളുടെ കാര്യത്തിൽ വലിയ ഷോർട്ടേജ് ഉണ്ടാകുമെന്നാണ് ഇപ്പൊ ചില വിലയിരുത്തലുകൾ വരുന്നത്. കാരണം അത് ഗൾഫ് യുദ്ധത്തിന്റെ, നമ്മളെ പറഞ്ഞ പോലെ പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഒരു വലിയ പ്രത്യാഘാതമാണ്. ഇത്തരം പ്രോഡക്ട്സിൽ നിന്ന് വരും നമുക്കിപ്പോ യൂറിയ വളങ്ങളെക്കാട്ട് ഉണ്ടാക്കുന്ന പ്രോഡക്ട്സിനെക്കാട്ടിൽ ഉപരിയായിട്ട് ഈ ചിപ്സ്, അതിന്റെ കാര്യമാണ് നമ്മൾ അർജുൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലും പ്രതിസന്ധിയാണ്. അതോടൊപ്പം തന്നെ പ്രശ്നമാണ് മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ കമ്പോണൻസ്, അതും പല രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇപ്പൊ ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നാണ് ഇതിന്റെ ചില ബൈ പ്രോഡക്റ്റ് ഇതിനാവശ്യമായ കമ്പോണൻസ് വരേണ്ടത്. ഇതെല്ലാം കൂടാണ് മാനുഫാക്ചറിങ്, നമ്മുടെ മരുന്ന് നിർമ്മാണ കമ്പനികൾ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെയാണ് ടെക്നോളജി രംഗത്തും പ്രശ്നമാണ്, സാങ്കേതിക രംഗത്തും പ്രശ്നമാണ്. സാങ്കേതിക രംഗത്തും ഇപ്പൊ ചൈന, തൈവാൻ ചിപ്സ് മറ്റു കാര്യങ്ങളൊക്കെ വരുന്നത് അവിടെ നിന്നാണ് വരുന്നത്. ഇപ്പൊ അവരും അത്തരം കാര്യങ്ങളിൽ വലിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ പോകുന്നു പറഞ്ഞു. ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബേക്കറി കടയിലെ കാര്യം പറഞ്ഞതുപോലെയാണ്. ഇത്തരം സാധനങ്ങളൊന്നും നമ്മുടെ ക്രൂഡും, അതായത് ക്രൂഡ് ഓയിൽ പോലെ ഭൂമിക്കടിയിൽ അങ്ങനെ വലുതായിട്ട് ഇത്രയും കാലത്തേക്കൊന്നും സംഭരിച്ചു വെച്ചിരിക്കുന്ന വസ്തുക്കളല്ല ഇതൊന്നും. രാസവളത്തിന് വേണ്ട ഘടകങ്ങളാണെങ്കിലും ശരി, അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ മരുന്ന് കമ്പനികൾക്ക് വേണ്ട വസ്തുക്കളാണെങ്കിലും ശരി, അതേപോലെ തന്നെ ചിപ്സ്, നമ്മുടെ ഈ പറഞ്ഞ ഫോൺ, മൊബൈൽ ഫോൺ മുതല വസ്തുക്കൾക്ക് വേണ്ട ചിപ്പുകളോ മറ്റ് അനുബന്ധ ഘടകങ്ങളോ ഒക്കെ, ഇതൊന്നും അങ്ങനെ വർഷങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറേജ് അല്ല. അതാത് വർഷത്തേക്ക്, പരമാവധി ഒരു വർഷത്തേക്ക്, അതല്ലെങ്കിൽ 6 മാസത്തേക്ക് അല്ലെങ്കിൽ 3 മാസത്തേക്കുള്ള സാധനങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇതിന് പറഞ്ഞില്ലേ, അതിന്റെ ഡിമാൻഡ് അനുസരിച്ച് മാത്രമേ അവർ ഡിമാൻഡ് സപ്ലൈ ചെയിനാണ്, അത് മുറിഞ്ഞു പോയിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. എത്ര കണ്ട ആവശ്യം വരുന്നു അതിനനുസരിച്ച് അവർ ഉത്പാദിപ്പിക്കത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് ആ ചെയിൻ മുറിഞ്ഞു പോകും. അതാണ് ഇപ്പോൾ ഒരു വലിയ പ്രശ്നം. അപ്പൊ നമ്മളെ ഇതിപ്പോ യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ, യുദ്ധം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ക്രൂഡ് വരുത്താം, അതിന് പ്രയാസമൊന്നുമില്ല. നമുക്ക് അതിനുള്ള പെട്രോളും ഡീസലും നമുക്ക് തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ LPG നമുക്ക് കൊണ്ടുവരാമെന്ന് കരുതാം. പക്ഷെ ഇതിനെന്ത് ചെയ്യും? വളങ്ങൾ ഏത് സമയത്ത് നമ്മള് രാസവളങ്ങൾ എങ്ങനെ, അതിനുള്ള സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? അത് യൂറിയ വലിയ ഘടകമാണ്. അതുപോലെ തന്നെയാണ് മരുന്ന് കമ്പനികൾ. ഇതൊക്കെ അവശ്യ വസ്തുക്കളാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ അവശ്യ വസ്തുക്കളാണ്. ഇപ്പൊ നമ്മുടെ ഒരുപാട് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസ് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അത് തന്നെ വിദേശത്തും അവർ ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് നിലനിൽക്കാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ കർഷകരുടെ ആശങ്ക അതാണിപ്പോ ഈ നമ്മളിപ്പോ പറഞ്ഞില്ലേ, നമ്മളിപ്പോ യുദ്ധത്തിന്റെ കാര്യങ്ങളൊന്നും നമ്മൾ പ്രത്യക്ഷമായിട്ട് അറിയുന്നില്ല. ഇപ്പൊ നോക്കുമ്പോൾ അത്യാവശ്യം നമുക്ക് സ്റ്റോറേജ് ഉള്ളത് കൊണ്ടും ഇത്രയും കാലത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ പറഞ്ഞില്ലേ എണ്ണ വില സർക്കാർ പലതരത്തിലുള്ള കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. എക്സൈസ് ഡ്യൂട്ടി അടക്കം കുറച്ചുകൊണ്ട് നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ കൊണ്ടുപോവുകയാണ്. അതേപോലെ തന്നെ 45 ദിവസത്തിനകം ഒരു LPG കണക്ഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അങ്ങനെയും പറയുന്നുണ്ട്. ഒരു സിലിണ്ടർ മാറിക്കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ സിലിണ്ടർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ യുദ്ധം മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ പ്രശ്നമുള്ളതാണ് പറയുന്നത്. അത്രയേറെ കരുതൽ നമ്മുടെ രാജ്യം എടുത്തത് കൊണ്ടാണ് ഇത്രയൊക്കെ പോകുന്നത്. പക്ഷെ അതിനൊരു പരിധിയില്ലേ.
നമ്മൾ പറയത്തില്ലേ പത്തായം, നമ്മുടെ പത്തായം നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ അതിനൊരു പരിധിയുണ്ട്, അതിനപ്പുറത്തേക്ക് അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കണമേ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ്. പക്ഷെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ തിരിച്ചു വരും. ഈ ക്രൂഡും മറ്റ് പിന്നെ LPG അടക്കമുള്ള പ്രകൃതിവാതകം അല്ലെങ്കിൽ അതിനുള്ള നമ്മുടെ കുക്കിംഗ് ഗ്യാസിനുള്ള സംവിധാനങ്ങളൊക്കെ തിരിച്ചു വരും. പക്ഷെ ഇതിനാണ് പ്രശ്നം. അത് ടൈമിന്റെയാണിത്. ഇപ്പൊ നമുക്കിപ്പോ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ ഈ വസ്തുക്കളെല്ലാം വേണം. രാസവളങ്ങൾ വേണം. മരുന്നിന്റെ കാര്യം പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഏത് സമയത്തും വളരെ അത്യാവശ്യമാണ്. അവശ്യ മരുന്നുകൾ അടക്കം ഒരുപാട് മരുന്നുകൾ നമ്മൾ കോവിഡ് കാലത്ത് പോലും ഇന്ത്യയാണ് സപ്ലൈ ചെയ്ത, ലോകത്തിന് സപ്ലൈ ചെയ്ത മരുന്നുകൾ പോലും നമുക്കുണ്ട്. അത്രയുടെ ഡിമാൻഡ് ഉണ്ട് ഇന്ത്യൻ മരുന്നുകളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ഇതിന്റെ വില കൂടും. ഈ സപ്ലൈ ചെയിൻ മുറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന, ഡിമാൻഡ് സപ്ലൈ ചെയിൻ മുറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇതിന്റെയൊക്കെ വില കൂടും. നമ്മൾ ഉദ്ദേശിക്കുന്ന വില ആയിരിക്കത്തില്ല. ഇരട്ടി വില വരാം. ഇരട്ടി വിലയിലേക്കൊക്കെ വരാം. ഇപ്പൊ ചൈന ചെയ്യുന്നത് കണ്ടില്ലേ? ചൈന ഇപ്പൊ അങ്ങനെയാണ് വരുന്നത്. അവരുടെ പിന്നെ പ്രൊഡക്ഷൻ അവര് പിന്നെ പേറ്റന്റ് ഏർപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ അവരുടെ കമ്പോണന്റ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഏത് രാജ്യം നിർമ്മിച്ചാലും അവിടെയും പേറ്റന്റ് വരികയാണ്. അപ്പൊ നമുക്ക് ഒരു പക്ഷേ 2-3 ഇരട്ടി ടാക്സ് ഒക്കെ കൊടുക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലേക്കാണ് പോകുന്നത്. യുദ്ധത്തിന്റെ വലിയൊരു കെടുതിയായിട്ട് ഇത് മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഗവൺമെന്റ് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകും. അതിനേക്കുള്ള നീങ്ങുന്ന രീതിയിലാണ് ചർച്ചകളൊക്കെ വരുന്നത്. ഇതിനെന്തായിരിക്കും ഒരു പ്രതിവിധി? എന്തായിരിക്കും പ്രതിവിധി എന്ന് പറഞ്ഞാൽ ഇതിന് ഈ ഡിമാൻഡ് സപ്ലൈ ചെയിനെ നമ്മളിപ്പോ പറഞ്ഞ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. പിന്നെ അർജുൻ, ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പൊ പല കമ്പനികളിലൊക്കെ നമ്മൾ ഗൾഫിലെയൊക്കെ സുഹൃത്തുക്കളോടൊക്കെ വിളിച്ചു ചോദിച്ചാൽ അവർ പറയുന്നത് ആവശ്യം വരുന്നുണ്ട്, അവർക്ക് ഡിമാൻഡ് വരുന്നുണ്ട്. നിങ്ങൾ ഇന്ന സാധനങ്ങൾ തരൂ, ഇന്ന സാധനങ്ങൾ തരൂ എന്ന് പറഞ്ഞിട്ട് ഡിമാൻഡ് വരുന്നുണ്ട്. പക്ഷെ കൊടുക്കാൻ അവരുടെ വസ്തുക്കളില്ല. ഈ ഡിമാൻഡ് മീറ്റ് ചെയ്യാനായിട്ട്, ഈ ഡിമാൻഡ് അവർ ചോദിക്കുന്ന സാധനങ്ങൾ കൊടുക്കുക. ഇപ്പൊ ഞാനൊരു കട നടത്തുകയാണ്. എന്റെ കടയിലേക്ക് വന്നിട്ട് നിങ്ങളൊരു വസ്തു ചോദിക്കുന്നു, ഞാൻ വിൽക്കുന്ന സാധനങ്ങൾ ചോദിച്ചാൽ തരാൻ എന്റെ ഇല്ല, ഞാൻ എന്ത് ചെയ്യും? കാരണം അത് ഞാൻ ഉത്പാദിപ്പിക്കുന്നതല്ല. അത് മറ്റൊരു രാജ്യത്തു നിന്ന് വരുന്നതാകാം, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്തു നിന്ന് വരുന്നതാകാം. ഇത്തരത്തിൽ വരുന്ന വസ്തുക്കളാണ്. അത് കൊടുക്കാൻ എന്റെ കടയിലില്ല. എങ്ങനെ പിടിച്ചു നീക്കാൻ പറ്റും? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ പ്രശ്നം ഉണ്ടാകുന്നത്. എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും ഇപ്പോൾ അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളടക്കം ലോകരാജ്യങ്ങളുടെയും അവസ്ഥ ഇതയാണ്. ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ, ഡിമാൻഡിനെ നമുക്ക് കൊടുക്കാനുള്ള വസ്തുക്കളില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പലരും വെറുതെ ഇരിക്കുകയാണ്. ഓർഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാവരുടെ മുമ്പിലും ഓർഡർ ഉണ്ട്. ഇത്തരത്തിന് 1000 എണ്ണം തരിക, അല്ലെ 2000 തരിക, 10000 തരിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓർഡർ വന്ന് നിൽക്കുന്നുണ്ട്. പക്ഷെ ഓർഡർ കൊടുക്കാൻ മാർഗമില്ല. എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ വരെ ചേർത്തലയിൽ ഒരു ഹോട്ടലുകാരനാ, ഒരു പൊറോട്ട കടക്കാരൻ പറയുന്നത് കേട്ടിട്ടില്ലേ? ഒരു ദിവസം 1000, 2000, 3000 വരെ പിന്നെ ഒരു നേരങ്ങളില് പൊറോട്ട അടിച്ചുകൊണ്ടിരുന്ന ഹോട്ടലാണ്. പക്ഷെ LPG കിട്ടുന്നില്ല, നമ്മുടെ കുക്കിംഗ് ഗ്യാസ് കിട്ടുന്നില്ല, അയാൾക്ക് പിന്നെ വ്യാവസായിക സിലിണ്ടർ കിട്ടാത്തത് കൊണ്ട് അയാൾ പറയുന്നത് 100 പൊറോട്ടയിൽ കൂടെ ഒരു ദിവസം ഉണ്ടാക്കാൻ പറ്റുന്നില്ലെന്ന്. ഇനി അതും ചിലപ്പോൾ നിർത്തേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ വിറവ് ഉപയോഗിച്ചൊക്കെയാ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ നോക്കുക, അയാൾ ഉണ്ടാക്കിക്കൊണ്ട് ആദ്യം വിറ്റുകൊണ്ടിരുന്നതിന്റെ 10-1, 20 പോലും ഒരു ദിവസം കൊടുക്കാൻ പറ്റുന്നില്ല. അവസാനം കൊടുക്കാൻ പറ്റാതെ എന്ത് ചെയ്യും? ഇത് ചിലപ്പോൾ പൂട്ടേണ്ടിയും വരും. ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. എന്ന് പറഞ്ഞത് കൂടാണ് ലോകത്തിലെ ഈ പിന്നെ ഡിമാൻഡ് സപ്ലൈ ചെയിനിന്റെ പ്രശ്നം. ഇത് എല്ലാ മേഖലകളെയും, സമസ്ത മേഖലകളെയും ബാധിക്കുന്നതാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ചീഞ്ഞു പോകുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ഡിമാൻഡിനനുസരിച്ച് ഇതൊക്കെ ഉണ്ടാക്കത്തുള്ളൂ. മറ്റേതുപോലെ ഭൂമിക്കടിയിൽ സ്റ്റോറേജ് ചെയ്യുന്ന വസ്തുക്കളുമല്ല. അതാണ് ഇതിനൊരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാ രാജ്യങ്ങളും ഇപ്പൊ നമുക്ക് ഇതിനകത്തിൽ അടിസ്ഥാനമായിട്ട് അർജുൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എന്ന് പറഞ്ഞ് യുദ്ധം അവസാനിക്കണം. യുദ്ധം അവസാനിച്ചെങ്കിൽ മാത്രമേ ഇക്കാര്യത്തിൽ സമാധാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇന്നും അമേരിക്കൻ പ്രസിഡന്റ് അത് തന്നെയാണ് പറയുന്നത്. ഇറാൻ എല്ലാത്തിനും കീഴടങ്ങാൻ പോയിരിക്കുകയാണ്. അവരുടെ യുറേനിയം വരെ ഞങ്ങൾക്ക് തരാം. അപ്പൊ അതുകൊണ്ട് ഇനി പ്രശ്നങ്ങളൊന്നുമില്ല, അല്ല അത് അവസാനിക്കും എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ ട്രംപ് പറയുന്നതായതുകൊണ്ട് നമുക്ക് അതിനെ പൂർണ്ണ അർത്ഥത്തിൽ വരച്ചെടുക്കാൻ ഒക്കത്തില്ല. പക്ഷെ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി ആ വാക്കുകൾ ശരിയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനല്ലേ പറ്റുള്ളൂ.